Hello dear students, welcome to another lecture of engineering mechanics. In this video, we are going to discuss about the fifth fundamental principle, that is parallelogram law of forces. We already knew there are 6 fundamental laws of principle. First one, Newton's first law, second law, third law, gravitational force of attraction, and the fifth one is the parallelogram law. We are discussing the parallelogram law. As per definition, parallelogram law states that if two forces acting at a point be represented in magnitude and direction by the two adjacent sides of a parallelogram, then the resultant is represented in magnitude and direction by the diagonal of the parallelogram passing through the same point. നിങ്ങൾ ഓൾറെഡി ഇത് കുറച്ച് കേട്ടിട്ടുണ്ടാവും, എന്നാലും നമ്മൾക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പാരലോഗ്രാം ലോ പറയുന്നത്, ഈ പാരലോഗ്രാം ലോൻ്റെ കൺസെപ്റ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഫുട്ബോൾ ഏകദേശം എല്ലാവർക്കും ഇഷ്ടമാണ് തോന്നുന്നു അല്ലേ? ഫുട്ബോൾ ഗ്രൗണ്ടാണ്, ഇതൊരു ഫുട്ബോളാണ്. ഓക്കെ, ഈ അറ്റ് എ ടൈമിൽ ഈ ഫുട്ബോൾ വന്ന് 2 പ്ലെയേഴ്സ് വന്ന് സ്ട്രൈക്ക് ചെയ്തു. ഒരാൾ വന്ന് സ്ട്രൈക്ക് ചെയ്തത് ഈ ഡയറക്ഷനിലാണ്, ഒരാൾ വന്ന് കാലുകൊണ്ട് കിക്ക് ചെയ്തു. ഇയാൾ കൊടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് 15 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് ഒരാൾ കാലുകൊണ്ട് വന്ന് ഇതിനെ ചവിട്ടി. അറ്റ് ദ സെയിം ടൈം 2 പേര് വേറൊരാൾ വന്നിട്ട് ഈ ഒരു ഡയറക്ഷനിൽ കിക്ക് ചെയ്തു 10 ന്യൂട്ടൺ ഫോഴ്സിൽ. ഒരേ ടൈമിൽ ഒരു പോയിന്റിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്തു. ഒരേ ബോളിൽ അറ്റ് എ ടൈമിൽ 2 പ്ലെയേഴ്സ് കിക്ക് ചെയ്തു. നമ്മൾ ഈ ബോൾ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക? ഈ ഡയറക്ഷനിലേക്കായിരിക്കുമോ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലേക്കായിരിക്കുമോ മൂവ് ചെയ്യുക? ഏത് ഡയറക്ഷനിലേക്കായിരിക്കും നമ്മൾ ബോൾ മൂവ് ചെയ്യുക? എന്തായാലും ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്കല്ലേ മൂവ് ചെയ്യുക. ഇനി ഇത് കറക്റ്റ് സെൻറ്റർ കൂടെ തന്നെ മൂവ് ചെയ്യണം എന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സെൻറ്റർ കൂടെയോ സൈഡിൽ കൂടെയാണെന്ന് നമുക്ക് വെറുതെ ഒരു അസംഷനിൽ നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു മെക്കാനിക്സ് ഉണ്ട്. നമ്മൾ ബോൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ബോളിന് 2 ഫോഴ്സ് ആക്ട് ചെയ്തു, 10 ന്യൂട്ടണെന്നും 15 ന്യൂട്ടൺ എന്ന് പറഞ്ഞുള്ള 2 ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ബോളിന് ഫീൽ ചെയ്യുന്ന നെറ്റ് റിസൾട്ട് ഫോഴ്സ് എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂടിയിട്ടുള്ള നെറ്റ് കമ്പൈൻഡ് റിസൾട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. റിസൾട്ടൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ R ആണ്. ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് 10 + 15 25 ആയിരിക്കുമോ? അല്ലെങ്കിൽ ഈ ബോൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻക്ക് ഇത് 25 ന്യൂട്ടൺ ഫോഴ്സിൽ മൂവ് ചെയ്യുമോ? ഇല്ല അല്ലേ. ഈ ബോൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് പാരലോഗ്രാം ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പാരലോഗ്രാം ലോ പറയുന്നത്. പാരലോഗ്രാം ലോൻ്റെ ഡെഫിനിഷൻ എന്താ? ഇഫ് 2 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്, ഒരേ പോയിന്റ്, നമ്മൾ ബോൾ എന്ന് പറഞ്ഞ പോയിന്റിൽ 2 ഫോഴ്സസ് 15ഉം 10 ന്യൂട്ടണും ആക്ടിങ് അറ്റ് എ പോയിന്റ് റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, രണ്ടും അതേ പോയിന്റിലേക്കാണ് പോകുന്നത് ഡയറക്ഷൻ, ബൈ ദ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ഈ 2 ഫോഴ്സ് ഉണ്ടല്ലോ, ഈ 2 ഫോഴ്സിനെ നമുക്കൊരു പാരലോഗ്രാമിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡാക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, പാരലോഗ്രാമിൻ്റെ ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കണം. ഒരു പാരലോഗ്രാമിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡാക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. അപ്പോൾ നമ്മളുടെ പറ്റും. ഇങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദ റിസൾട്ടൻ്റ് ഓഫ് ദീസ് 2 ഫോഴ്സസ്, ഈ 2 ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ്, അതായത് ഈ 2 ഫോഴ്സും കൂടി കൂടിച്ചേർന്നാൽ ഉണ്ടാവുന്ന ഫോഴ്സ് വിൽ ബി ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം വിച്ച് ഈസ് പാസിങ് ത്രൂ ദ സെയിം പോയിന്റ്. ഈ പാരലോഗ്രാമിന് 2 ഡയഗണൽ ഉണ്ടാവില്ലേ? ഇങ്ങനൊരു ഡയഗണലുണ്ട്, ഇങ്ങനൊരു ഡയഗണലുണ്ട്. ഏത് ഡയഗണലായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്? ദ റിസൾട്ടൻ്റ് വിൽ ബി ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം പാസിങ് ത്രൂ ദ സെയിം പോയിന്റ്. ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന അതേപോലെ ആയിരിക്കും നമ്മളുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ബോൾ മൂവ് ചെയ്യുന്നത് എത്ര ഫോഴ്സിലായിരിക്കും? ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മൾ ബോൾ മൂവ് ചെയ്യുന്നുണ്ടാവുക.
ക്ലിയർ അല്ലേ? ഇഫ് എനി ടു ഫോഴ്സസ്, ഇപ്പം നോക്ക് ഇവിടെ എന്താണ് O എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, P എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഈ ഡയറക്ഷൻക്കും Q എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഈ ഡയറക്ഷൻക്കും, അതായത് ഒരു പോയിന്റിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്തു. ഇഫ് ദീസ് ടു ഫോഴ്സസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡാക്കി ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇങ്ങനെ ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡാക്കി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ റിസൾട്ടൻറ്റ്, ഈ Pൻ്റെയും Qൻ്റെയും റിസൾട്ടൻറ്റ് വിൽ ബി ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം വിച്ച് ഈസ് പാസിങ് ത്രൂ ദ സെയിം പോയിന്റ്. ഇതിൻ്റെ റിസൾട്ടൻറ്റ്, അതായത് ഈ രണ്ട് ഫോഴ്സും കൂടിയും കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ ഡയറക്ഷനിൽ R എന്ന് പറയുന്നത്, ഈ ഡയറക്ഷനിൽ R എപ്പോഴും P+Q ആവണമെന്നുണ്ടോ? അല്ല. P-Q ആവണമെന്നുണ്ടോ? ഇല്ല. റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് R √(P² + Q² + 2PQ cos θ. P² + Q² + 2PQ cos θ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും ഏത് രണ്ട് ഫോഴ്സ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്താലും അതിനെ നമുക്ക് രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ പറ്റാത്ത കേസുകളുണ്ട്. എപ്പോഴൊക്കെ അത് പറ്റാണ്ടാവുക? ഇപ്പോൾ O എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്തത് ഈ ഡയറക്ഷൻക്കുമാണ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്തത് ഈ ഡയറക്ഷൻക്കുമാണ്. ഈ രണ്ട് ഫോഴ്സിനെ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരിക്കലും നമുക്ക് അതിനൊരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡാക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇതിൻ്റെ നെറ്റ് റിസൾട്ടൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? പാരലോഗ്രാം ലോ ഇല്ലെങ്കിലും എന്താ, ഒരാൾ ഇതൊരു ഡെസ്ക്കാണ് എന്തെങ്കിലും ഒരു സ്റ്റൂളാണ് വിചാരിക്കുക. ഇതിനെ P എന്ന് പറയുന്നത് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സിൽ ഒരാൾ ഇങ്ങോട്ടും Q എന്ന് പറയുന്നത് ഒരു 15 ന്യൂട്ടൺ ഫോഴ്സിൽ ഒരാൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൂളിൻ്റെ നെറ്റ് റിസൾട്ടൻ്റ് എന്തായിരിക്കും? അതായത് ആ സ്റ്റൂൾ മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? 10 ന്യൂട്ടൺ വലിച്ച ആളുടെ അടുത്തേക്കാണോ 15 ന്യൂട്ടൺ വലിച്ച ആളുടെ അടുത്തേക്കാണോ പോവുക? നമുക്കറിയാം അല്ലേ, 15 ന്യൂട്ടൺ വലിച്ച ആളുടെ അടുത്തേക്കാണ്, ഈ ഡയറക്ഷനിലേക്കാണ് നമ്മൾ സ്റ്റൂൾ മൂവ് ചെയ്യുക. അത് എത്ര ഫോഴ്സിൽ മൂവ് ചെയ്യും? 15നെ മൂവ് ചെയ്യോ? ഇല്ല. 15 ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഓപ്പോസിറ്റിക്ക് ഒരു 10 പോകുന്നുണ്ട്. അപ്പോൾ 15 - 10 5 ന്യൂട്ടൺ ഫോഴ്സിൽ നമ്മൾ സ്റ്റൂൾ എന്ത് ചെയ്യും? ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതിൻ്റെ റിസൾട്ടൻ്റ്, ഈ ഒരു ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റാണ് എന്ത്? P-Q = 10. 15 - 10 = 5. തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ, ഈ പറഞ്ഞ പോലെ തന്നെ P എന്ന് പറഞ്ഞ ഫോഴ്സും ഈ ഡയറക്ഷനിലേക്ക് തന്നെയാണ്, Q എന്ന് പറഞ്ഞ ഫോഴ്സും സെയിം ഡയറക്ഷനിലാണ്. അതായത് ഒരു സ്റ്റൂള് നമ്മൾ 10 ന്യൂട്ടൺ ഫോഴ്സിലും 15 ന്യൂട്ടൺ ഫോഴ്സിലും വലിച്ചത് സെയിം ഡയറക്ഷനിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൂളിൻ്റെ നെറ്റ് റിസൾട്ടൻ്റ് എന്താ വരിക? അതായത് ആ സ്റ്റൂൾ മൂവ് ചെയ്യുന്ന ഫോഴ്സ് എത്ര വരിക? 10 + 15 ദാറ്റ് ഈസ് 25 ന്യൂട്ടൺ ഫോഴ്സിൽ ഈ സ്റ്റൂൾ എന്ത് ചെയ്യും? ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, നെറ്റ് റിസൾട്ടൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പാരലോഗ്രാം ലോൻ്റെ ഡെഫിനിഷൻ ഇതാണ്. പാരലോഗ്രാം ലോൻ്റെ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ, നമ്മളൊക്കെ എഞ്ചിനീയർ ആണല്ലേ, എഞ്ചിനീയേഴ്സ് വെറുതെ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കാൻ പറ്റില്ല. ആസ് എ സയൻറ്റിഫിക് പ്രൂഫ് വേണം. അപ്പോൾ ഈ പാരലോഗ്രാം ലോയ്ക്ക് ഒരു ചെറിയൊരു കുഞ്ഞ് പ്രൂഫ് ഉണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഒറ്റ തവണ 2 തവണ മാത്രമേ, അതായത് ഈ ഒരു 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഒറ്റ തവണ മാത്രമേ പാരലോഗ്രാം ലോൻ്റെ പ്രൂഫ് നമ്മൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ഈസിയാണ്, ശ്രദ്ധിക്കുക. ആദ്യം ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുക. O എന്ന് പറഞ്ഞൊരു പോയിന്റ്, O എന്ന് പറഞ്ഞ പോയിന്റിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് Q എന്ന് പറഞ്ഞൊരു ഫോഴ്സും P എന്ന് പറഞ്ഞൊരു ഫോഴ്സും. ആസ് പെർ പാരലോഗ്രാം ലോ, if these two forces can be represented in magnitude and direction by the two adjacent sides of a parallelogram. നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത് OACB എന്ന് പറഞ്ഞ ഈ ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡാക്കി ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദ റിസൾട്ടൻറ്റ് വിൽ ബി ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം. ഇതിൻ്റെ ഡയഗണലാണ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്നാണ് പാരലോഗ്രാം ലോ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത്. ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ R = P² + Q² + 2PQ cos θ ആണെന്നാണ് പാരലോഗ്രാം ലോ പറഞ്ഞത്. ഇത്
കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പ്രൂഫ് നടത്തുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ ആവശ്യമുണ്ട്. ഫിഗറിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പിയും ക്യൂവും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത്. ഇനി റിസൾട്ടൻറ്റും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു. ചില ടൈമിൽ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചത് ഈ ആൽഫക്ക് പകരം തീറ്റയും തീറ്റക്ക് പകരം ആൽഫയായിരിക്കും. അത് നിങ്ങളെ കൺവിൻസിങ് അനുസരിച്ച് എടുക്കുക. ആൻസർ ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. ഞാൻ എടുത്തത് പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആൽഫ എന്നും റിസൾട്ടൻ്റ് ഹൊറിസോണ്ടലിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്നും എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പാരലോഗ്രാമിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. നിങ്ങളിവിടെ ഡോട്ടഡ് ലൈൻ ഇട്ട് കണ്ടിട്ടുണ്ടാവും. ഈ പാരലോഗ്രാമിനെ ഞാനൊന്ന് എന്ത് ചെയ്തു, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈ പുതിയ പോയിന്റിനെ ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. വെറുതെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ട്രയാങ്കിൾ ACD എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ്, രണ്ട് ട്രയാങ്കിളാണ് ഇവിടെ ഇപ്പോൾ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നിങ്ങൾ കണ്ടോ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് എന്ത്, ട്രയാങ്കിൾ ACD എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, പിന്നുള്ളൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് എന്ത്, ട്രയാങ്കിൾ OCD. ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തതും ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് നമുക്കുള്ളത്. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്നത്. ആദ്യം ഞാൻ ഫസ്റ്റ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ട്രയാങ്കിൾ ഈ സ്മോൾ വൺ ACD കൺസിഡർ ചെയ്തു. ADC, കൺസിഡർ ട്രയാങ്കിൾ ADC. ഈ ട്രയാങ്കിളിലെ സൈൻ ആൽഫൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതിൽ ആംഗിൾ ആൽഫ എങ്ങനെ കിട്ടുക? ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിള് 90 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സി എന്നുള്ള ആംഗിളും എ എന്നുള്ള ആംഗിളും എത്രയും നമുക്കറിയില്ല. എ എന്നുള്ള ആംഗിൾ എത്രയാണ് വരിക? ഈ ആംഗിൾ വിൽ ബി ആൽഫ ആയിരിക്കും. എന്തുകൊണ്ടാ? വി ന്യൂ രണ്ട് പാരലൽ ലൈനിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം കൺസെപ്റ്റിൽ തന്നെ ഇവിടെയുള്ള രണ്ട് പാരലൽ ലൈനാണ് ഈ ലൈനും. ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ OD എന്ന് പറഞ്ഞ ലൈന്. ദെർഫോർ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി ദ സെയിം. ഈ ആംഗിൾ ആൽഫ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ വിൽ ബി ആൽഫ. അങ്ങനെയാണ് നമുക്കിവിടെ ആൽഫ എന്ന് കിട്ടിയത്. ഇനി സൈൻ ആൽഫ എന്താ വരിക? സൈനിൻ്റെ ഇക്വേഷൻ എന്താ വരിക? നമുക്കറിയാം സൈൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ. ഹിയർ ഈ ട്രയാങ്കിൾ ADCയിലെ ആൽഫൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുന്നത് CD, അഡ്ജസൻറ്റ് ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് AC. CD ഡിവൈഡഡ് ബൈ AC. Therefore we get CD is equal to AC sin alpha. This is equation number 1. അടുത്തത് നമ്മൾ സൈൻ ആൽഫക്ക് പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോസ് ആൽഫ. കോസ് ആൽഫൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ദാറ്റ് ഈസ് ആൽഫൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് AD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് AC. ദെർഫോർ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് AD ഈസ് ഈക്വൽ ടു AC കോസ് ആൽഫ. അതായത് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു AD ബൈ AC. ഈ ACനെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ AD ഈസ് ഈക്വൽ ടു AC കോസ് ആൽഫ എന്ന് കിട്ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഫസ്റ്റ് ട്രയാങ്കിളിന് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ ആൽഫ യൂസ് ചെയ്തിട്ടും രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് ആൽഫ യൂസ് ചെയ്തിട്ടും. ഇനി രണ്ടാമത്തെ വലിയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ODC. ട്രയാങ്കിൾ ODC കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിൾ ODCയിൽ നമ്മൾ സൈൻ ആൽഫി കോസ് ആൽഫി ഒന്നല്ല എടുക്കുന്നത്. നമ്മളിവിടെ പൈതഗോറസ് തിയറാണ് അപ്ലൈ ചെയ്യുന്നത്. പൈതഗോറസ് തിയറം. ഓക്കെ, എന്താണ് ഈ പൈതഗോറസ് തിയറം? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ മട്ടത്രികോണങ്ങൾക്ക് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇക്വേഷനാണ് എന്ത്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എന്താ? ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ബേസ് ആണിത്, ഇത് ഹൈറ്റ് ആണ്, ഇത് ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ. അപ്പോൾ
as per Pythagoras theorem, we can write base square plus height square is equal to hypotenuse square. അപ്പോൾ ഇതിനൊരു പേര് കൊടുത്ത് നമ്മൾ എ ബി സി എന്നുള്ള പേര് കൊടുത്താൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ബി സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പൈതഗോറസ് തിയറം. ഈ രണ്ട് സൈഡിൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ കിട്ടുന്നത്. ആസ് പെർ സെയിം കൺസെപ്റ്റിൽ തന്നെ ആസ് പെർ പൈതഗോറസ് തിയറം വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒ ഡി സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്ന് പറയുന്നത് സി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എ ഒ സി സ്ക്വയർ. ക്ലിയർ അല്ലേ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ എന്ന് എഴുതി. ഇനി ഫസ്റ്റ് നമ്മൾ ഈ ഒ ഡി എടുക്കുക. ഒ ഡി എന്ന് പറയുന്നത് നമ്മൾ ഫിഗറിൽ നോക്കിയേ, ഒ ഡി എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ ഡി ആണ് അല്ലേ? ഒ എ പ്ലസ് എ ഡി. അപ്പോൾ ഒ ഡി ഫുൾ ഒ ഡിനെ ഞാൻ എന്ത് എഴുതി? ഒ എ പ്ലസ് എ ഡി ഹോൾ സ്ക്വയർ പ്ലസ് സി ഡി എന്ന് പറയുന്നത് എന്താ? ഈ സി ഡി എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? സി ഡി വി ക്യാൻ ആസ് പെർ ഇക്വേഷൻ 1 സി ഡി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ സി ഇൻറ്റു സൈൻ ആൽഫ. അപ്പോൾ ഇതിന് നമ്മൾ എ സി സൈൻ ആൽഫ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ ആണ്. ഒ സി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഹൈപ്പോട്ന്യൂസിനെയാണ് നമ്മൾ ഒ സി എന്ന് പറയുന്നത്. ഈ ഹൈപ്പോട്ന്യൂസിനെ നമ്മൾ എന്ത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്? ആർ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെർഫോർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ സ്ക്വയർ. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റെപ്സ്. ഈ ഓരോ ടേമിനെ നമ്മൾ എന്ത് ചെയ്തു? വാല്യൂസ് കൊടുത്തു. ഒ ഡിനെ നമ്മൾ ഒ എ പ്ലസ് എ ഡി, സി ഡിനെ എ സി സൈൻ ആൽഫ, ഒ സിനെ ആർ എന്ന് കൊടുത്തു. ഇതിൽ ഒ എ പ്ലസ് എ ഡി നോക്കുക. ഫസ്റ്റ് ടേം ഒ എ ആണല്ലേ? ഒ എനെ നമ്മൾ നോക്കി, ഒ തൊട്ട് എ. ഈ ഒ തൊട്ട് എ വരെയുള്ളതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് ഏത് ലെറ്റർ കൊണ്ടാണ്? ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒ എ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒ എക്ക് പകരം ക്യൂ എന്ന് എഴുതി. ക്യൂ പ്ലസ് എ ഡി. എ ഡി എന്ന് പറയുന്നതിനെ ഫ്രം ഇക്വേഷൻ 2 നമുക്ക് എ ഡി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ സി കോസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് എ സി സൈൻ ആൽഫ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എ സി എന്ന് പറയുന്നത് ഞാൻ നോക്കി, എ തൊട്ട് സി വരെ. ഈ എ തൊട്ട് സി വരെയുള്ള ഈ ലെങ്ത്തിന് നമ്മൾ ഏതെങ്കിലും ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫിഗറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എ സി എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് എന്താ വരിക? പി ആയിരിക്കും. കാരണം എന്താ? എ സി എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നതും നമ്മളിവിടെ പി ക്യൂ എന്ന് പറഞ്ഞ രണ്ട് ഫോഴ്സിലെ പി എന്ന് പറഞ്ഞ ഫോഴ്സ് എന്ന് പറയുന്നതും മാഗ്നിറ്റ്യൂഡിൽ സെയിം ആണ് ആൻഡ് ഓൾസോ ദ ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ ഒ ബി എന്ന് പറയുന്നതിനെ പി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ഉള്ള എ സിനെ നമുക്ക് എന്ത് വിളിക്കാം? പി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഈ എ സി സൈൻ ആൽഫനെ നമ്മൾ പി സൈൻ ആൽഫ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് എഴുതാം. ഒന്നും കൂടി ക്യൂ എന്നുള്ള ടേം എഴുതി പ്ലസ് എ സി കോസ് ആൽഫയാണ് അല്ലേ? എ സിനെ നമുക്ക് എന്തെഴുതാൻ പറ്റും? പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ പി കോസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് പി സൈൻ ആൽഫ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റെപ്പ്, റൈറ്റ്? ഇനി ക്യൂ പ്ലസ് പി കോസ് ആൽഫനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇക്വേഷൻ നമുക്കറിയാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ നമുക്ക് എന്തെഴുതാം? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് എഴുതാൻ പറ്റൂല്ലേ? സെയിം കൺസെപ്റ്റിൽ നമ്മളിവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. വി ക്യാൻ റൈറ്റ് ക്യൂ സ്ക്വയർ പ്ലസ് 2ab ദാറ്റ് ഈസ് 2qb എന്ന് പറയുന്നത് പി കോസ് ആൽഫ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് പി കോസ് ആൽഫ സ്ക്വയർ. വെറുതെ സ്ക്വയർ ഇടരുത്, ബ്രാക്കറ്റിൽ സ്ക്വയർ ഇടണം. കാരണം ഇവിടെ രണ്ട് ടേം ഉണ്ട്, പി ഉണ്ട് കോസ് ആൽഫ ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം സ്ക്വയർ ചെയ്യാൻ. പ്ലസ് പി സൈൻ ആൽഫ സ്ക്വയർ ആണ്. പി ഉണ്ട് സൈൻ ആൽഫ ഉണ്ട്, അതിനൊരു സ്ക്വയറും ഉണ്ട്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ.
ഇതിനെ പിന്നെ നമുക്ക് ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വി ഗെറ്റ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ പ്ലസ് പി കോസ് ആൽഫ ഹോൾ സ്ക്വയറിന് നമുക്ക് പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് പി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇതിൽ പി സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ ഉണ്ട്, പി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ഉണ്ട്. ഇതിനെ നമ്മൾ പി സ്ക്വയറിനെ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് വരും ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ പ്ലസ് പി സ്ക്വയർ കോമൺ ആണ്, ഔട്ട് സൈഡ് എടുത്തു. ബാക്കി വരുന്നത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ വരിക? നമ്മളുടെ ഇക്വേഷൻ ഇത്രയാണ് വന്നത്. ബാക്കി വരുന്നത് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ 2pq കോസ് ആൽഫ പ്ലസ് പി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. നമുക്ക് എന്താ കിട്ടുക? നമ്മൾ പണ്ട് ട്രിഗ്നോമെട്രിക് റിലേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ് നമുക്കറിയാമല്ലേ. അപ്പോൾ ഈ ഒരു ടേം എന്തായി? 1 ആയിപ്പോയി, വിച്ച് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. Therefore, we get r square is equal to p square plus 2pq cos alpha plus q square. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ആറിനെ പുറത്ത് കിട്ടു, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ 2pq കോസ് ആൽഫ എന്ന് എഴുതി. Therefore, we can write it as r square ആണിത്. Therefore, r is equal to root of p square plus 2pq cos alpha plus q square. This will be the magnitude of resultant force. അതായത് ഇങ്ങനൊരു ഡയഗണൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡയഗണലിൻ്റെ ആറിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2q സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. തീറ്റ അല്ല, കോസ് ആൽഫ. ഓക്കെ, ക്ലിയർ ആണെന്ന് മനസ്സിലാവണു? ഇനി നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ, ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും. അപ്പം നമുക്കിവിടെ കിട്ടിയത് ഇതിൻ്റെ വെറുതെ ഉള്ളൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, അതിൻ്റെ വാല്യൂ മാത്രമാണ്. ഇനി നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കിട്ടണം. ഡയറക്ഷൻ അതായത് അത് എത്ര ആംഗിളിലാണ് പോകുന്നത് എന്നുള്ള ഡയറക്ഷൻ കിട്ടണം. ഡയറക്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് തീറ്റ എന്നുള്ള ടേമിലാണ്. അതായത് ഈ ആർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സിൽ നിന്നും എത്ര ഡിസ്റ്റൻസ്, എത്ര ആംഗിൾ മാറിയിട്ടാണ് നമ്മൾ റിസൾട്ടൻ്റ് പോകുന്നത്, അതിനെയാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്ന ടേം കൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, കൺസിഡർ ട്രയാങ്കിൾ ഒ സി ഡി. അതായത് നമ്മളുടെ പഴയ വലിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ, വലിയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ട്രയാങ്കിൾ ഗ്രീൻ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ ഒ ഡി സി കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിൾ ഒ ഡി സിയിലെ ടാൻ തീറ്റൻ്റെ വാല്യൂ എന്താ വരിക? ടാൻ തീറ്റ, വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇതിലെ ഈ ആംഗിളാണ് തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താ വരുന്നത്? നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റൻ്റെ ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, തീറ്റൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സി ഡി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒ ഡി. ഇതിൽ തന്നെ സി ഡി ഡിവൈഡഡ് ബൈ ഒ ഡി എന്ന് പറഞ്ഞാൽ ഈ വലിയ ലെങ്ത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കി എഴുതാം? ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. ഓക്കെ, സി ഡി എന്ന് പറയുന്നത്, സി ഡി എന്നുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് സി ഡിനെ എ സി സൈൻ ആൽഫ എന്നും എ ഡിനെ എ സി കോസ് ആൽഫ എന്ന് പറഞ്ഞുള്ള രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സി ഡി ഉണ്ട്, എ ഡി ഉണ്ട്. ഈ രണ്ട് വാല്യൂസും നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സി ഡിക്ക് പകരം നമ്മൾ എ സി സൈൻ ആൽഫ എന്നും ഡിവൈഡഡ് ബൈ ഒ എ പ്ലസ് എ ഡിനെ നമ്മൾ എ സി കോസ്
ആൽഫ എന്ന് എഴുതി. ഓക്കെ, എ സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പ്രൂഫ് ചെയ്തപ്പോഴേ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു എ സി എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. ദിസ് സൈഡ് ഈസ് ഈക്വൽ ടു ഒ ബി. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയമെൻഷൻ അനുസരിച്ച്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അനുസരിച്ച് എ സി ഈസ് ഈക്വൽ ടു ഒ ബി ആണ്. അപ്പോൾ ഒ ബിൻ്റെ വാല്യൂ പി എന്നുള്ള ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ സി ആസ് ഓൾസോ പി. ദാറ്റ് ഈസ് പി സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ഒ എ. ഒ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് എന്താ? ഒ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസിന് നമുക്ക് ക്യൂ എന്ന് വിളിക്കാം. ക്യൂ പ്ലസ് എ സി കോസ് ആൽഫ. എ സിനെ നമുക്ക് പി എന്ന് എഴുതാം. ദാറ്റ് ഈസ് പി cos alpha. Therefore we get tan theta is equal to p sin alpha divided by q plus p cos alpha. Therefore theta is equal to, ഈ ടാനിനെ ഈക്വൽ ടുൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ tan inverse p sin alpha divided by q plus p cos alpha. Okay, this is the equation for direction of the resultant force. ഓക്കെ, ഇത്രയാണ് പ്രൂഫ് ഉള്ളത്. ആറിൻ്റെ ഇക്വേഷനും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാനുള്ള ഓരോ ഇക്വേഷനാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചു. ഇനി ചില ടൈമിൽ ഈ ഒരു പാരലോഗ്രാം ലോന്ന് നമുക്ക് ചില ഡിഫറെൻറ്റ് കേസസ് പഠിക്കാൻ ചോദിക്കും. ഡിഫറെൻറ്റ് കേസസ് പറഞ്ഞാൽ പല പല സിറ്റുവേഷൻസ്. അപ്പോൾ 4 സിറ്റുവേഷനാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് കേസ് 1 എടുക്കുക. കേസ് 1 ആൽഫൻ്റെ വാല്യൂ 0 എന്ന കേസാണ്. ആൽഫൻ്റെ വാല്യൂ 0. ആൽഫൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് എന്താ? നമ്മൾക്കറിയാം, നമ്മളുടെ പ്രൂഫ് വരുന്നത് എങ്ങനെയായിരുന്നു? ഇത് പി എന്നുള്ള ഫോഴ്സ്, ഇത് ക്യൂ എന്നുള്ള ഫോഴ്സ്, ഈ ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് വിളിച്ചത്. ഈ ആൽഫൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ, പിയും ക്യൂവും പോകുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? പിയും ക്യൂവും പോകുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. കാരണം രണ്ടും തമ്മിലുള്ള ആംഗിളിൻ്റെ വാല്യൂ 0 ആണ്. ദെർഫോർ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താ വരിക? രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടൻ്റ് വിൽ ബി പി പ്ലസ് ക്യൂ. അതാണ് ഇവിടെ റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് എഴുതിയത്. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ രീതിയിൽ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുണ്ട് മെത്തേഡ്. നമുക്കറിയാം റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ എന്നാണ്. ഈ ആൽഫൻ്റെ വാല്യൂ എന്താ? 0. അപ്പോൾ നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് കോസ് 0ൻ്റെ വാല്യൂ എന്താ? 1 ആണ്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2pq. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq പറഞ്ഞാൽ എന്താ? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. ദെർഫോർ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഇങ്ങനെ നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. ആ റിസൾട്ടൻ്റാണ് ഇവിടെ എഴുതിയത്. ഇനി തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ തീറ്റൻ്റെ ഇക്വേഷൻ എന്താ? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് പി സൈൻ ആൽഫ, ദാറ്റ് ഈസ് സൈൻ 0 ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് പി കോസ് 0. സൈൻ 0ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ടേം വിൽ ബി 0. അങ്ങനെയാണ് തീറ്റൻ്റെ വാല്യൂ 0 ഡിഗ്രി കിട്ടുന്നത്. അടുത്ത കേസ് എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആൽഫൻ്റെ വാല്യൂ കേസ് 2 എന്ന് പറയുന്നത് ആൽഫൻ്റെ വാല്യൂ 90 ഡിഗ്രി. അതായത് പിയും ക്യൂവും തമ്മിലുള്ള ആംഗിള് കറക്റ്റ് 9 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, ഇത് പി ഇത് ക്യൂ, ഈ രണ്ട് ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താ? റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ, ദാറ്റ് ഈസ് കോസ് 90 ഡിഗ്രി. ദാറ്റ് ഈസ് കോസ് 90ൻ്റെ വാല്യൂ എന്താ? 0. ദെർഫോർ വി ഗെറ്റ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആയിരിക്കും. നമ്മൾ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുമ്പോൾ പൈതഗോറസ് തിയറം പറഞ്ഞത് എന്തായിരുന്നു? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. അതേ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി തീറ്റൻ്റെ വാല്യൂ ഡയറക്ഷനാണ് കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് പി സൈൻ 90 ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് പി കോസ് 90. സൈൻ 90ൻ്റെ വാല്യൂ 1, കോസ് 90ൻ്റെ വാല്യൂ 0. ദെർഫോർ വി ഗെറ്റ് ടാൻ ഇൻവേഴ്സ്
sin 90 1 ആയതുകൊണ്ട് p ഉണ്ടാവും. ഈ ടേം 0 ആയി പോകും, ബാക്കി q. tan inverse p by q. This will be the second case. മൂന്നാമത്തെ കേസ് എന്താ? ആൽഫൻ്റെ വാല്യൂ 180 ഡിഗ്രി. ആൽഫൻ്റെ വാല്യൂ 180 ഡിഗ്രി ആവുമ്പോൾ എങ്ങനെ വരും? കൺസെപ്റ്റ് എന്താ? നമ്മൾക്കറിയാം പി ഇത് ക്യൂ ഇത്. ഈ ആംഗിളാണ് 180 ഡിഗ്രി. 180 ഡിഗ്രി അറിയുമ്പോൾ പി എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ എത്തും. ഈ ആംഗിളാണ് എന്ത്? 180 ഡിഗ്രി. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻക്കും പി എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻക്കും. ദെർഫോർ ദ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് പി മൈനസ് ക്യൂ ആയിരിക്കും. രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പി പ്ലസ് ക്യൂ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പി മൈനസ് ക്യൂ. ഇനി ഇതിനും നമുക്ക് സയൻറ്റിഫിക് പ്രൂഫായിട്ട് നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് 180 ഡിഗ്രി. കോസ് 180 ഡിഗ്രീൻ്റെ വാല്യൂ എന്താ? -1 ആണ്. ദെർഫോർ വി ക്യാൻ റൈറ്റ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് p minus q whole square. Therefore, we get resultant is equal to p minus q. അതുപോലെ തീറ്റൻ്റെ വാല്യൂ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 0 തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് വിൽ ബി ദ തേർഡ് കേസ് വെൻ ആൽഫ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, ആർ ഇസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു 0. ഫോർത്ത് കേസാണ് പി ഇസ് ഈക്വൽ ടു ക്യൂ ആകുന്ന കേസിൽ. പിൻ്റെ വാല്യൂവും ക്യൂവിൻ്റെ വാല്യൂവും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പിൻ്റെ വാല്യൂ ക്യൂവിൻ്റെ വാല്യൂ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഈ പേജിൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിൻ്റെ വാല്യൂ ക്യൂവിൻ്റെ വാല്യൂവും ഈക്വൽ ആണ്. അപ്പോൾ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷനാണ് എന്ത്? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് പിയും ക്യൂവും സെയിം ആണ്. അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ ടേമിനൊക്കെ പി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? പി സ്ക്വയർ പ്ലസ് 2pp cos alpha. That is, we get 2p square plus 2p square cos alpha. 2p സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണല്ലേ. ഞാൻ അതിന് 2p സ്ക്വയർ കോമൺ ആണ്. 2p സ്ക്വയറിന് പുറത്തെടുക്കുമ്പോൾ ഇവിടെ 1 വരും. 1 പ്ലസ് ഇവിടെ ബാക്കി വരുന്നത് കോസ് ആൽഫ. നമ്മൾ ട്രിഗണോമെട്രിക്കിൽ 1 പ്ലസ് കോസ് ആൽഫൻ്റെ ഇക്വേഷൻ എന്ത് പഠിച്ചിട്ടുണ്ട്? 1 പ്ലസ് കോസ് ആൽഫ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2. Therefore, our equation become 2 into 2 4 p square cos square alpha by 2. സ്ക്വയറിന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റൂലേ. ഇതിലെ 4നെ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 വന്നു. പി സ്ക്വയറിനെ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ p വന്നു. കോസ് സ്ക്വയർ ആൽഫ ബൈ 2നെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? കോസ് ആൽഫ ബൈ 2. Therefore, we get resultant is equal to 2p cos alpha by 2. That is, we written in this table as resultant is equal to 2p cos alpha by 2. ഇനി തീറ്റൻ്റെ വാല്യൂ എന്താണ്? ആൽഫ ബൈ 2 ആണ് കിട്ടുന്നത്. നമുക്ക് തീറ്റൻ്റെ വാല്യൂ എങ്ങനെ ആൽഫ ബൈ 2 കിട്ടുന്നത് നോക്കാം. വി നോ തീറ്റൻ്റെ ഇക്വേഷൻ എന്താ? ടാൻ ഇൻവേഴ്സ് പി സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് പി കോസ് ആൽഫ. നമ്മൾ എഴുതാൻ പോവുകയാണ് ടാൻ ഇൻവേഴ്സ്. ഹിയർ ദ കണ്ടീഷൻ ഈസ് പി ഈക്വൽ ടു ക്യൂ. സോ ദെർഫോർ ഞാൻ ഈ ക്യൂ ഉള്ളിടത്തൊക്കെ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. പി സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ പി പ്ലസ് പി കോസ് ആൽഫ. എന്ത് വരും? ടാൻ ഇൻവേഴ്സ് പി സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ, താഴെ പി കോമൺ ആണില്ലേ, പി കോമൺ ആയി പുറത്തെടുത്തു 1 പ്ലസ് കോസ് ആൽഫ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് പിയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വരും? സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് ആൽഫ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് സൈൻ ആൽഫനെ നമുക്ക് ആസ് പെർ ട്രിഗണോമെട്രിക് ഇക്വേഷൻ അനുസരിച്ച് എന്ത് എഴുതാൻ പറ്റും? 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് ആൽഫനെ നമുക്ക് എന്ത് എഴുതാം? 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2. 2ഉം ക്യാൻസൽ ചെയ്തു. ഒരു കോസ് സ്ക്വയർ ആൽഫ കോസ് ആൽഫ ബൈ 2 ഒരു കോസ് ആൽഫ ബൈ 2 ആഡ് ചെയ്തു. ദാറ്റ് ഈസ് വി ഗെറ്റ് ടാൻ ഇൻവേഴ്സ് സൈൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ബൈ 2. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് സൈൻ ആൽഫ ബൈ 2 ഡിവൈഡ് ബൈ കോസ് ആൽഫ ബൈ 2 എന്ത് വരും? ടാൻ ആൽഫ ബൈ 2. ടാൻ ഇൻവേഴ്സ് ടാൻ ആൽഫ ബൈ 2ന് നമുക്ക് എന്ത് എഴുതാം? വെറും ടാൻ ആൽഫ ബൈ 2. ദാറ്റ് ഈസ് വി ഗെറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ബൈ 2. Okay, hope you all understand.
ഈ ഒരു കേസസ് എന്ന് പറയുന്നത് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ ചിലപ്പോൾ ഒരു പ്രോബ്ലത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനേ ഉള്ളൂ. ഇതുവരെ ആൽഫൻ്റെ വാല്യൂ R=P+Q എന്നും R=P-Q എന്ന് പറഞ്ഞാൽ ഈ 2 ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസേ ഇതുവരെ നമ്മൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കുള്ളൊരു എക്സ്ട്രാ പോയിന്റ്സ് ഉള്ള രീതിയിലാണ് പറഞ്ഞത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഇത്രയേ ഉള്ളൂ നമുക്ക് പാരലോഗ്രാം ലോയിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.